ഞങ്ങൾ പ്രമാണിമാർക്ക് അടിമപ്പെട്ടുകൊണ്ട് തെറ്റ് ചെയ്തതാണ്, അവർ ഞങ്ങളെ പിഴപ്പിച്ചതാണ്, ഞങ്ങൾ പാവങ്ങളായിരുന്നു എന്നൊക്കെ മരണസമയത്ത് ഇവർ പറഞ്ഞു നോക്കും. നാട്ടുപ്രമാണിമാർ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതാണ്. നാട്ടുപ്രമാണിമാർ അധികാരത്തിലല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. നമ്മിൽ ചിലർക്കൊക്കെ ഒരു പാഠമാണ് പരിശുദ്ധ ഖുർആന്റെ ഈ പ്രഖ്യാപനം. പ്രമാണിമാരുടെ കൂടെ നിന്നിട്ട് തെറ്റ് ചെയ്യുന്നവർ, പ്രമാണിമാരുടെ കൂടെ നിന്നിട്ട് ഹക്കിനെ എതിർക്കുന്നവർ, പ്രമാണിമാരുടെ കൂടെ നിന്നിട്ട് ബാത്തിലിന് കൂട്ടുചേരുന്നവർ, സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും വലിയ വലിയ നാട്ടുപ്രമാണിമാരുടെ സപ്പോർട്ട് കിട്ടാൻ, അവരുടെ കൂടെ നിൽക്കാൻ തെറ്റിനെ സഹായിക്കുന്നവർ, അവരെക്കുറിച്ചാണ് ഖുർആൻ ഈ പറയുന്നത്. മരണവേളയിൽ അവർ പറഞ്ഞു നോക്കും, ഞങ്ങൾ പ്രമാണിമാര് പറഞ്ഞത് കേട്ടതാണ്, ഞങ്ങൾ ഭൂമിയിലെ പാവങ്ങളായിരുന്നില്ലേ, പക്ഷെ മലക്കുകൾ വിട്ടുകൊടുക്കൂല. മലക്കുകൾ ചോദിക്കുമത്രേ, ഖാലൂ അലം തകുൻ അർദുല്ലാഹി വാസിഅ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, ഫതുഹാജിറൂ ഫീഹാ, ഹിജ്റ പോയിക്കൂടായിരുന്നോ? നാട്ടിൽ പാർക്കാൻ പ്രമാണിമാരെ സമ്മതിക്കൂല, ഹക്കിന്റെ കൂടെ നിന്നാലെങ്കിലേ ഫതുഹാജിറൂ ഫീഹാ, ഈ ഭൂമി വിശാലമാണ്, ഹിജ്റ പോയിക്കൂടായിരുന്നോ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ ഇവനോട് ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ മലക്കുകൾ വിട്ടുകൊടുക്കൂല. അങ്ങനെ എല്ലാവിധ ചോദ്യം ചെയ്യലുകളും കഴിഞ്ഞ ശേഷം ഇവൻ ഒടുക്കം പറയും, പടച്ചവനെ, എന്നെ കുറച്ച് സമയം കൂടി നീട്ടിത്തന്നാൽ ഞാൻ നന്നാകാൻ ശ്രമിക്കാം. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, അല്ലാഹുവേ, കുറച്ച് അവധി കൂടി എനിക്കൊന്ന് നീട്ടിത്തന്നാൽ ഞാൻ നന്നാവാം, ഞാൻ നല്ല മനുഷ്യരിൽപ്പെട്ട് ജീവിച്ചു കൊള്ളാം, ഒരു ചാൻസ് തരണേ, മരിപ്പിക്കരുതേ, ഭൂമിയിലേക്കൊന്ന് തിരിച്ചിട്ട് കുറച്ച് സമയം കൂടി എനിക്ക് തരണേ. ഇത് പറഞ്ഞ ശേഷം പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, അജലെത്തിക്കഴിഞ്ഞാൽ ഒരു നഫ്സിനെയും അല്ലാഹു ഒരു നിമിഷം നീട്ടിക്കൊടുക്കൂല. അല്ലാഹുവിന്റെ റസൂല് ഖിയാമത്ത് നാളിന്റെ മറ്റൊരടയാളം പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ അധപ്പതിക്കും, അധർമ്മകാരികൾ നേതാക്കളാകും, തോന്നിവാസം ചെയ്യുന്നവൻ നേതാക്കളാകും. ചില നേതാക്കന്മാരെ ആളുകൾ ഭയപ്പെടും. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഓല് തെമ്മാടിത്തം കാട്ടും എഴുതിയിട്ട് മനുഷ്യന്മാരെ പോലെ ബഹുമാനിക്കും. ബഹുമാനം ഉള്ളുന്നുള്ള ബഹുമാനല്ല, ഓനെ ബഹുമാനിക്കാൻ ഞാൻ ഓൻ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഓനെ ബഹുമാനിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. അങ്ങനെയുള്ളൊരു ബഹുമാനം വരും ഖിയാമത്ത് നാൾ വരുമ്പോൾ, ഞാൻ ബഹുമാനിക്കാൻ ഞാൻ എന്തെങ്കിലും കാട്ടും, അതുകൊണ്ട് ബഹുമാനിക്കാം. അങ്ങനെയുള്ളൊരു ബഹുമാനം വരും ഖിയാമത്ത് നാളിൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സത്യാസത്യ വിവേചനം വിഷമകരമായി തീരും. ഹക്കേത് ബാത്തിലേത്, സത്യമേത് അസത്യമേത് എന്ന് വിവേചിക്കൽ ബുദ്ധിമുട്ടാകും. കള്ളം പറയൽ വളരെ കൂടുതലാകും. സത്യവിശ്വാസി അപമാനിതനായി തീരും. ആളുകളെല്ലാവരും കൂടി സത്യത്തിലൂടെ നീങ്ങുന്നവരെ വഷളാക്കാൻ തുടങ്ങും. എത്രത്തോളം എന്നാൽ റസൂല് പറയുകയാണ്, അവൻ മനം നൊന്ത് കഴിയേണ്ടി വരും. മനം നൊന്ത് കഴിയുക മാത്രമല്ല, അവൻ വെള്ളത്തിൽ ഉപ്പ് അലിയുന്ന മാതിരി അവന്റെ ഹൃദയം വേദനയിൽ അലിഞ്ഞു പോകേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസഹാബിഹി വസല്ലം. ചുറ്റുവട്ടത്ത് നടക്കുന്ന തോന്നിവാസും തെമ്മാടിത്തും അധർമ്മവും അനീതിയും അക്രമവും കണ്ടിട്ട് ഇവൻ മനസ്സ് വിഷമിച്ചിട്ട് ഉപ്പ് വെള്ളത്തിൽ അലിയണ മാതിരി ഇവന്റെ ഹൃദയം വേദനിച്ചു പോകും. റസൂലിന്റെ ആ ഉപമയും ഉദാഹരണമൊക്കെ എത്ര ഫിറ്റാണ് എന്ന് എന്റെ സഹോദരന്മാർ ആലോചിച്ച് നോക്കണം. അത്രത്തോളം അപമാനിതരായി തീരും. മുസ്ലിമീങ്ങൾ ധാരാളം ഉണ്ടാകും, പക്ഷെ അവര് ചപ്പ് ചവറ് പോലെയായിരിക്കും.